ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ ഓയിൽ ഫ്രീ സ്നാക്സിന്റെ 8ാമത്തെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുറെ ദിവസമായില്ലേ നമ്മൾ എരിയുള്ള ഐറ്റംസ് വെച്ച് കഴിക്കുന്നു, അതായത് ചിക്കൻ ഒഴിവാക്കാതുള്ള ഐറ്റംസ്. ഇപ്രാവശ്യം നമുക്കൊന്ന് ചിക്കനും എരിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്കൊന്ന് സ്വീറ്റ് ആക്കി പിടിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ബനാന, അതായത് നമ്മൾ നീന്ത്രപ്പഴം വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അതായത് ആദ്യം നമുക്ക് അതിനായിട്ട് ബാറ്റർ തയ്യാറാക്കിയിട്ടെടുക്കണം. അതിന് മൈദ, അതേമാതിരി പഴം, പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, വെള്ളം, ഇതെല്ലാം കൂടി നല്ലോണം മിക്സിയിലൊന്ന് കറക്കിയിട്ടെടുക്കുക. നമ്മുടെ ദോശമാവിന്റെ ഒക്കെ ഒരു പരുവത്തിൽ നമ്മൾ കറക്കിയിട്ടെടുക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ പഴം വാട്ടിയിട്ട് എടുക്കണം. അതായത് നമ്മുടെ നീന്ത്രപ്പഴം അത്യാവശ്യം കട്ടിയുള്ള ഒരു ഐറ്റം. അപ്പോൾ അത് നമ്മൾ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് സ്വല്പം മാത്രം എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. കുറച്ച് തോനെ സമയം നിന്നിട്ട് തന്നെ വഴറ്റണം, നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ തേങ്ങയും അതേമാതിരി തന്നെ പഴവും പിന്നെ കുറച്ച് ഏലക്കായും ഏലക്കാപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചിട്ട് എടുക്കണം. ഈ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. ഒരു ദോശ ഇടുന്നു, അതിൻ്റെ ഒരു സൈഡിൽ മാത്രം നമ്മുടെ ഫില്ലിങ് വെക്കുക, എന്നിട്ട് തിരിച്ചിടുക. അടുത്ത ദോശ ആ ഒരു ഭാഗത്ത് മാത്രം ചുടുക, അവിടെ ഫില്ലിങ് വെക്കുക, ഇപ്പുറത്തേക്ക് മറിച്ചിടുന്നു, തിരിച്ചിടുന്നു, മറിച്ചിടുന്നു. ഇത് മാത്രമാണ് കേട്ടോ ഇനിയുള്ള പരിപാടി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് മറിച്ചിട്ടുങ്ങാണ്ട് നമുക്ക് എത്രത്തോളം കട്ടി വേണമെന്ന് വെച്ചാൽ അത്രത്തോളം ചെയ്യാം കേട്ടോ. 3-4 ലെയർ മതിയാവും. കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറിച്ചിടാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡിയാവും. നമ്മുടെ ചിക്കൻ മടക്ക് ഉണ്ടാക്കിയ അതേ റൂൾസ് തന്നെയാണ് ഇതിൽ. ഇത് സ്വീറ്റ് ആണ്, അത് സ്പൈസി ആണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വായതോരാതെ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്ന എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കണ്ട സ്ഥിതിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.